അരുൺ ശങ്കർ ആശുപത്രിയിലാണ് ഭൗതികദേഹമുള്ളത്. അയൽവാസിയായ ആൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന ആളും അവരൊക്കെയും സങ്കടത്തിലാണ്. ചെറുപ്പക്കാരനായിരുന്നു. ഒപ്പം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഐവൻ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. തർക്കമുണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവർ തർക്കിക്കുന്നതിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃക്സാക്ഷികളായ ആരെങ്കിലും അവിടെ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? കൂട്ടം കൂടി നിൽക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ CISF ഉദ്യോഗസ്ഥനായ ഒരാളെ നാട്ടുകാരൊക്കെയും മർദ്ദിച്ചു, അതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണല്ലോ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഐവൻ ഈ തർക്കത്തിൻ്റെ ദൃശ്യം പകർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കേസിൽ വളരെ നിർണായകമാകും. വലിയ തർക്കമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. നമ്മൾ ആ തർക്കം ഉണ്ടായ സ്ഥലത്തല്ല നിൽക്കുന്നത്, അതിനിപ്പുറത്ത് ഈ കൊലപാതകം നടന്ന അല്ലെങ്കിൽ ഐവിൻ കൊല്ലപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് നാട്ടുകാരൊക്കെ തന്നെ കടിച്ചു കൂട്ടിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെയാണ് താമസം. ഞാൻ തൊട്ടടുത്ത് തന്നെ അങ്ങോട്ട് പോയിട്ട് നടക്കാൻ പറ്റാണ് ഇടയില്. അപ്പോൾ രാവിലെ അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. നമുക്കറിയില്ല വേറെ ഒന്നും. അപ്പൊ ഇത്ര മാത്രം നമുക്കറിയാൻ പറ്റും. പറഞ്ഞു കേട്ടത് എന്തൊക്കെയാണ്? പറഞ്ഞു കേട്ടത് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. അത് ആരുടെ വണ്ടി, എങ്ങനത്തെ വണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല. ഇത്ര നമുക്കറിയുള്ളൂ. ഞാൻ രാവിലെ ഇടയിൽ നടക്കാൻ പറ്റാതാണ്. ഈ റോട്ടിൽ ഇത്രയും ഗ്യാപ്പുള്ള സ്ഥലമുള്ളു. ഈ വണ്ടി ഇങ്ങനെ ഇടിക്കുന്നത് മനപ്പുറമാണെന്നാണ് എൻ്റെ നോട്ടത്തിൽ. അത്രേ ഉള്ളൂ എൻ്റെ. ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നവരൊക്കെ തന്നെ ഇത് അറിഞ്ഞു വന്നവരാണ്. ആ സംഭവം സമയത്ത് ഉണ്ടായിരുന്നവരാരെയും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണാം. ഈ കാറാണ് ഐവിൻ്റെ ജീവനെടുത്തത്. ഇപ്പോൾ അതിൻ്റെ ബോണറ്റൊക്കെ മറച്ചിട്ടിരിക്കുകയാണ് പോലീസ്. അവിടെ അതിൻ്റെ ബോണറ്റിൽ പാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മറച്ചിട്ടിരിക്കുകയാണ്. KR13R6115 ആണ് ഈ കാറിൻ്റെ നമ്പർ. ഈ കാറിൻ്റെ മുകളിലായിരുന്നു ഐവിനുണ്ടായിരുന്നത്. ഈ ബോണറ്റിൽ പിടിച്ചു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് നിലത്തേക്ക് വീണു. ആ നിലത്തേക്ക് വീണ ഐവിനെയും നിരക്കിക്കൊണ്ട് മീറ്ററുകളോളം കാറ് പോയി. അങ്ങനെയാണ് ഐവിൻ്റെ മരണം സംഭവിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതൊക്കെ ഇനി ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാകേണ്ടത് കൂടിയുണ്ട്. കാരണം ചോരപ്പാടുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്ന് എടുക്കണം, അതിൻ്റെ സാമ്പിളുകൾ എടുക്കണം. അങ്ങനെ ശാസ്ത്രീയമായ ബലം കൂടി ഈ കേസിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു റോഡിലെ ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ. ഈ ഐവൻ ഈ തർക്കത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ അത് കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. ഇത് ഈ തർക്കമുണ്ടായതിന് ദൃക്സാക്ഷികളുമുണ്ട്. അത് ഇവിടെ അല്ല, ഈ തർക്കം തുടങ്ങിയ സ്ഥലത്ത് ഇതിന് ദൃക്സാക്ഷികൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഐവിനെ റോഡിലൂടെ നിരക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നാട്ടുകാർ ആ സമയത്തോടു കൂടിയ നാട്ടുകാർ ഈ കാർ ഓടിച്ചിരുന്ന CISF SIയെ കൈകാര്യം ചെയ്തു എന്നും പറയുന്നുണ്ട്. CISF SI വിനയകുമാർ ഇപ്പോൾ അങ്കമാലിയിലെ സ്വകാര്യ പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? പരിശോധന ആരംഭിച്ചോ? പോലീസിന്റെ സാന്നിധ്യം ഈ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ഇനി ഫോറൻസിക് വിദഗ്ധർ കൂടി എത്തേണ്ടതുണ്ട്. അവരെത്തിയതിനു ശേഷമായിരിക്കും ആ പരിശോധന നടത്തുക. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തും. വണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ കൊലപാതകത്തിൽ പ്രധാന തൊണ്ടിമുതൽ എന്ന് പറയുന്നത് ഈ CISF ഉദ്യോഗസ്ഥർ ഓടിച്ച വണ്ടിയാണ്. ആ വണ്ടി ഇവിടെ ഉണ്ട്. രാവിലെ നമ്മൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ വണ്ടി അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടതിന് ശേഷമാണ് ഈ വണ്ടി വളരെ വേഗം ഇവിടേക്ക് കൊണ്ടുവന്ന് ഇട്ടത്. ഇനി അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. 2 പേർ മാത്രമാണ് പ്രതികളെന്നാണ് പറയുന്നത്. നിലവിൽ കൊലപാതക കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2 പേരെ പ്രതി ചേർത്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരാളിപ്പോൾ ആശുപത്രിയിലും മോഹൻ എന്ന് പറയുന്ന ആൾ പോലീസ് കസ്റ്റഡിയിലുമുണ്ട്. ഇയാൾ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ രണ്ടാമത്തെ ആളെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ശ്യാമ് സംസാരിച്ച അയൽവാസിയൊക്കെ ഒരു പരാതിയും പറയുന്നില്ല. വളരെ കാര്യക്ഷമമായി തന്നെ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രതികളാണെന്ന് സംശയിക്കുന്ന 2 പേരെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളൊന്നും കുടുംബത്തിനോ അല്ലെങ്കിൽ അങ്ങനെ അയൽവാസികൾക്കോ ഒന്നുമില്ല. 2 പേരും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇനി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. അത് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അല്പസമയത്തിനകം തുടങ്ങും. ശരി അരുൺ, ഏതായാലും അല്പസമയത്തിനകം ഫോറൻസിക് പരിശോധന തുടങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. വാഹനം അപകടത്തിന് ശേഷം എടുത്തുകൊണ്ടുപോയിരുന്നു ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം. പക്ഷേ അത് പിന്നീട് തിരികെ കൊണ്ടുവന്നിടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരവും. ഐവിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും തുടർ നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുക. പിന്നീടായിരിക്കും ബന്ധുക്കൾക്ക് ഭൗതികദേഹം വിട്ടു നൽകുക.